മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ വരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ വിധി അടുത്ത മാസം 8-ന് വരുമെന്ന സുപ്രധാന തീരുമാനം വരുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. 7 വർഷവും 8 മാസവും നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് വിധി പറയുന്നത്. ദിലീപ് അടക്കം മുഴുവൻ പ്രതികളും കോടതിയിൽ ഹാജരാകണമെന്നും ഉത്തരവ് വരുന്നു. അങ്ങനെ സുപ്രധാനമായ കേസിൽ വിധി വരികയാണ്. നടൻ ദിലീപിന് അങ്ങേറ്റം നിർണായകമാവുകയാണ്. ഡിസംബർ 8-നാണ് വിധി വരുന്നത് എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു തലേന്നിൽ ഇക്കാര്യത്തിൽ വിധി വരുന്നു എന്ന പ്രാധാന്യമുണ്ട്. സംസ്ഥാനം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് നടിയെ അക്രമക്കേസ്. ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ പല ഘട്ടങ്ങളിൽ പല രീതിയിൽ സിനിമാ മേഖലയെ ആകെ പിടിച്ചുലച്ചതാണ്. ഇതിനുശേഷമാണ് ഇപ്പോൾ ഈ കേസിൽ വിധി വരുന്നത്. മുഴുവൻ പ്രതികളും ഹാജരാവണം. 7 വർഷവും 8 മാസവും നീണ്ടുനിന്ന വിചാരണയ്ക്കൊടുവിലാണ് വിധി പറയുന്നത്. ഏറെ സങ്കീർണതകളും നാടകീയതകളും നിറഞ്ഞതാണ് വിചാരണ കാലാവധി. പലവട്ടം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. ഏറ്റവും ഒടുവിൽ അക്രമ ദൃശ്യങ്ങളടക്കം പുറത്തുപോയി എന്ന തരത്തിൽ ആക്ഷേപമുയർന്നതാണ്. ഹാഷ് വാല്യൂ മാറി വിവാദമുയർന്നതാണ്. തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്ന ആവശ്യമുയർന്നതാണ്. അങ്ങനെ സങ്കീർണതകളും നാടകീയതകളും ഏറെ ഉണ്ടായിരുന്ന ഒരു കേസിലാണ് വിധി പറയുന്നത്. മലയാള സിനിമാ മേഖലയിലെ സുപ്രധാന നടൻ ദിലീപിൻ്റെ ജീവിതത്തിൽ നിർണായകമാവുന്ന വിധി കൂടിയായി ഇത് മാറുകയാണ്. എന്തായാലും മുഴുവൻ പ്രതികളും കോടതിയിൽ ഹാജരാവണം എന്നതാണ് പ്രധാനപ്പെട്ട തീരുമാനം കൂടി വരുന്നത്. എന്തായാലും ഏറെ ദിവസങ്ങൾ നീട്ടിവെച്ചതിന് ശേഷമാണ് അന്തിമ വിധി പറയാൻ കോടതി തീരുമാനമെടുക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് നമുക്കൊപ്പം. ആജ്ഞ, ഏറെ കാത്തിരിപ്പിനൊടുവിൽ കേസിൽ വിധി വരാൻ പോവുകയാണ്. എത്ര കണ്ട് നിർണായകമാണ്? ഇന്ന് കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ എങ്ങനെയാണ്? സജിത, 7 വർഷവും 8 മാസവും നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് അന്തിമ വിധി എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടാകുന്നത്. ഡിസംബർ 8-ന് വിധി പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. എല്ലാ പ്രതികളും, കേസിൽ 10 പ്രതികളാണ്. നടൻ ദിലീപ് അടക്കം പൾസർ സുനി അടക്കം 10 പ്രതികളാണ്. മുഴുവൻ പ്രതികളും കോടതിയിൽ ഹാജരാകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. അങ്ങനെയാണ്. 1-ാം പ്രതി പൾസർ സുനിയാണ്, 2-ാം പ്രതി ചാർലിയാണ്, 3-ാം പ്രതി മണികണ്ഠൻ, 4-ാം പ്രതി വിജീഷ് VP. ആണ് പ്രതി പട്ടിക നീളുന്നത്. ഇങ്ങനെയാണ്. എന്തായാലും 10 പ്രതികളാണ് ഈ കേസിലുള്ളത്. നമുക്കറിയാം 2017 ഫെബ്രുവരി 17-നാണ് നടി ആക്രമിക്കപ്പെടുന്നത്. അതുമുതൽ ഇങ്ങോട്ട് നടി നടത്തിയിട്ടുള്ള തീവ്രമായ പരിശ്രമത്തിന്റെയും പോരാട്ടത്തിന്റെയും ഫലമായിട്ടാണ് ഈ 7 വർഷവും 8 മാസവും നീണ്ട വിചാരണയ്ക്കൊടുവിൽ തന്നെ ഇത് നീണ്ടുപോകുന്നതിലും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ വളരെയധികം വിമർശനങ്ങൾ ഏറ്റുന്നതാണ്. വിചാരണ കോടതി പലതവണയും ഈ വിചാരണ സമയം നീട്ടിത്തരണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിക്ക് കത്തെഴുതുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ നിരവധി പ്രശ്നങ്ങളിലൂടെയും വിമർശനങ്ങളിലൂടെയും കടന്ന ശേഷമാണ് ഡിസംബർ 8-ന് വിധി പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. ഇത്രയും കാലഘട്ടത്തിനിടയിൽ 1-ാം പ്രതി പൾസർ സുനിക്ക് കേസിൽ ജാമ്യം നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സുപ്രീം കോടതി ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വന്നു. അതിലെ പ്രതിക്ക് സുപ്രീം കോടതി സമീപിക്കേണ്ടി വന്നു. തനിക്ക് വിചാരണ തടവുകാരനായി തനിക്ക് ജാമ്യം നൽകിയിട്ടില്ല എന്നുള്ള ഒരു കാര്യത്തിലേക്ക് തന്നെ 7 വർഷത്തിന് ശേഷമാണ് പൾസർ സുനിക്ക് വിചാരണ തടവുകാരനായി തുടർന്ന ശേഷമാണ് ജാമ്യം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. എന്തായാലും നിർണായകമായ വിധിയാണ്. കേരളം മുഴുവൻ കാത്തിരിക്കുന്ന വിധിയാണ് ഈ ഡിസംബർ 8-ന് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. ഈ നടി ആക്രമിക്കപ്പെട്ടത് 2017-ലാണ്. ഈ കേസിൽ 8-ാം പ്രതിയാണ് ദിലീപ്. ദിലീപിന്റെ വിധി എന്താകും എന്ന് തന്നെയാണ് കേരളം കാത്തിരിക്കുന്നത്. എങ്ങനെയാണ് നടിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട നടിക്ക് നീതി കിട്ടുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ നാളുകളായി ഉയരുന്നുണ്ട്. എന്തായാലും ഈ 8-ാം തീയതി കോടതിയിൽ ഹാജരാകണം. ഹാജരായ ശേഷം എല്ലാ പ്രതികളും ഹാജരാകണമെന്ന് തന്നെ നിർബന്ധമായും കോടതി പറഞ്ഞിട്ടുണ്ട്. പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അജയ്കുമാറാണ്. അദ്ദേഹം ഓൺലൈനായിട്ടാണ് ഹാജരായിട്ടുള്ളത്. ഇതിന് മുൻപ് 2 പ്രോസിക്യൂട്ടർമാർ പിന്മാറിയ ശേഷമാണ് അജയ്കുമാർ കേസ് ഏറ്റെടുക്കുന്നതും ഇത് പബ്ലിക് പ്രോസിക്യൂട്ടറായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ അതിന്റെ സാക്ഷികൾ മുഴുവൻ പഠിച്ച ശേഷം അദ്ദേഹം നന്നായി കേസ് അവതരിപ്പിച്ചു എന്ന് തന്നെയാണ് മൊത്തത്തിലുള്ള ഒരു നിരീക്ഷണവും. അങ്ങനെ തന്നെയാണ്. എന്തായാലും ഈ നാളുകൾ 7 വർഷവും 8 മാസത്തിനു ശേഷമുള്ള വിചാരണയ്ക്കൊടുവിലാണ് ഈ കേസ് വിധി പറയാൻ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. സജിത്, ഏറെ പ്രധാനപ്പെട്ട കേസിലാണ് വിധി പറയുന്നത്. ഏറെ നാടകീയ നിമിഷങ്ങൾ ഉണ്ടായ നാടകീയ നീക്കങ്ങളൊക്കെ കോടതിയിൽ കണ്ടതിന് ശേഷമാണ് 2017-ലെ നടി അക്രമക്കേസിൽ വിധി പറയുന്നത്. ആരോപണ വിധേയനായ നടൻ ദിലീപിൻ്റെ ജീവിതത്തിലും സിനിമാ ജീവിതത്തിലും അടക്കം ഇത് നിർണായകമാണ് ഈ വിധി.
8-ന് വിധി പറയും. 22 സാക്ഷികൾ വിചാരണയ്ക്കിടെ കൂറുമാറി. ഇതിനിടയിൽ കേസ് പല ഘട്ടങ്ങളിലായി ആരോപണത്തിനപ്പുറത്തേക്ക് തെളിയിക്കപ്പെടാൻ സംബന്ധിയായ തെളിവുകളുണ്ടോ എന്നതിൽ ആശങ്ക പല ഘട്ടങ്ങളിൽ ഉയർന്നതാണ്. എന്തായാലും ഈ കേസിൽ വിധി പറയാൻ പോവുകയാണ് ഡിസംബർ 8-ന്. നമുക്ക്